ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ രണ്ടാം ഘട്ട ഭക്ഷ്യധാന കിറ്റ് വിതരണമാണ് കേട്ടോ. ഒന്നാം ഘട്ടം പെരുന്നാളിനോടനുബന്ധിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തത് അതിഗംഭീരമായിട്ട് തന്നെ നടന്നു കേട്ടോ. ചായയോടും സ്നാക്സോടും കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ കുറച്ചധികം ആളുകൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ തന്നെ നാട്ടിലെ ലാംലൂമിലെ MD മുഹ്സിൻ സാറാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു ഭക്ഷ്യധാന്യ കിറ്റിലേക്കും അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നും അടുത്ത മാസം നമ്മൾ നടത്താനിരിക്കുന്ന പഠനോപകരണ വിതരണത്തിലും അദ്ദേഹം നമ്മളെ സഹായിക്കാമെന്നും നമ്മുടെ ഓരോ പ്രവർത്തികൾ നമ്മുടെ കൂടെ നിൽക്കാമെന്ന് ഉറപ്പൊക്കെ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഉറപ്പും നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ചെറുതൊന്നല്ല. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നടത്തി വരുന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടും അതുപോലെ തന്നെ ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളുടെ ഏകദേശം ഒരു രൂപം കാര്യങ്ങളൊക്കെ ഹംസ സാറ് നമ്മളെല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരത്ത് നിന്ന് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നാണ് ഈ ഒരു ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പോൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഇതിന് നട്ടെല്ലായിട്ട് 4-5 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അവരെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഓർക്കാതിരിക്കാൻ വയ്യ കേട്ടോ. നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രാവർത്തികമായിട്ടുള്ള ഇവരുടെ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഇനിയും ഇതിന് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. കൂടാതെ ഞങ്ങളിൽ ഓരോരുത്തരും ഓരോ കുടുംബാംഗങ്ങളും അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു കിറ്റ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സഹായം സ്വീകരിക്കുക മാത്രമല്ല സഹായം നൽകാൻ പ്രാപ്തരാക്കും കൂടിയാണ് നമ്മുടെ ഈ ഒരു ചാരിറ്റി ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരാൽ കഴിയുന്ന ഒരു ചെറിയ തുക വെച്ചിട്ട് തന്നെ മാസവരിയായിട്ട് നമ്മുടെ സംഘടനയിലേക്കൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. ആ ഒരു ഷെയറിങ് മുന്നോട്ട് പോകട്ടെ. ഇനിയും നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുക. 4 ആളറിയ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെന്നുള്ളതല്ല, 4 ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ.